അഡ്വക്കേറ്റ് അനിൽ ബോസ്, നിങ്ങളിപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ നേട്ടമുണ്ടാക്കിയെന്ന് പറയുമ്പോഴും കണക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട്, വേറെ ചില കണക്കുകൾ ഉദ്ധരിച്ചുകൊണ്ടാണ് CPM അതിനെ ഖണ്ഡിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അപ്പോൾ പരിപാടികൾ വേണ്ടത് യഥാർത്ഥത്തിൽ നിങ്ങൾക്കാണ്. അപ്പോൾ നിങ്ങളുടെ പരിപാടി എന്താണ്? ഇനിയിപ്പം പ്രകാശ് മാസ്റ്റപ്പോൾ ആളുകൾ വൈകിട്ട് എന്താ പരിപാടി എന്ന് പറയുന്ന മോഹൻലാലിന്റെ പരസ്യം പോലെ ആ പരിപാടികളൊക്കെ ആയിട്ട് മുന്നോട്ട് പോട്ടെ. ഞങ്ങൾക്ക് വിരോധമില്ല. അവർ ഈ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കണം. ജനങ്ങളെ മുഴുവൻ എത്രത്തോളം ആക്ഷേപിക്കാമോ, അപഹസിക്കാമോ, അവരുടെ ചിന്തകളെ, അവരുടെ വോട്ടിനെ കളിയാക്കാമോ, ആ നില അവർ തുടരട്ടെ. അപ്പം അങ്ങനെ തന്നെ പോണം അവർ. ഇവിടെ അദ്ദേഹം പറഞ്ഞു 2010 കണക്കുകളുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഇവിടെ സംസാരിക്കുകയുണ്ടായി. 2010 ഞങ്ങളുടെ മുന്നണിയുടെ സ്ഥിതി എന്തായിരുന്നു അറിയാമോ സ്മൃതിക്ക്? 2010 ഞങ്ങൾ മത്സരിക്കുമ്പോൾ ഞങ്ങളോടൊപ്പം ഗൗരിയമ്മ ഞങ്ങളോടൊപ്പമായിരുന്നു, ഗൗരിയമ്മയുടെ പാർട്ടി. അതോടൊപ്പം തന്നെ കേരള കോൺഗ്രസ് മാണി ഞങ്ങളോടൊപ്പമായിരുന്നു, ശ്രേയംസ് കുമാറിന്റെ പാർട്ടി ഞങ്ങളോടൊപ്പമായിരുന്നു. അപ്പൊ ആ മുന്നണി സംവിധാനം എന്ന നിലയിൽ ഞങ്ങൾ മത്സരിച്ചാണ് അന്ന് നിന്നതെങ്കിൽ ഇന്നത്തെ ജയവുമായി തുലനം ചെയ്തു നോക്കുമ്പോൾ ഞങ്ങൾക്ക് കൂടുതൽ അഭിമാനം തോന്നുന്നത് അവരാരും ഇന്ന് ഞങ്ങളുടെ മുന്നണിയിലില്ല. അവരെല്ലാം CPM-നൊപ്പം ചേർന്നു. അതിനുശേഷം ആർജിച്ച ഈ വിജയം എന്ന് പറയുന്നത് ചെറുതായി ഞങ്ങൾക്ക് കാണാൻ കഴിയുമോ? കേരള കോൺഗ്രസും ഗൗരിയമ്മയും മറ്റ് സംവിധാനങ്ങളെല്ലാം ഞങ്ങളെ വിട്ടുപോയതിനു ശേഷം 2010-നേക്കാൾ ഉജ്ജ്വല വിജയം ഞങ്ങൾക്ക് നേടുമ്പോൾ ആ ജനഹിതത്തെ ഞങ്ങൾ മാനിക്കുന്നു. ഞങ്ങൾ വോട്ട് ചെയ്ത ജനങ്ങളോട് നന്ദിയുള്ളവരാണ്. ഞങ്ങളിൽ അവർക്ക് പ്രതീക്ഷയുണ്ട്. കാരണം കഴിഞ്ഞ 9.5 വർഷക്കാലം പിന്നിടുന്ന കേരളത്തിലെ ഗവൺമെന്റിന്റെ ജനദ്രോഹ നയങ്ങൾ സഹിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് മഹാഭൂരിപക്ഷം ആളുകൾ ഞങ്ങൾ വോട്ട് ചെയ്തത് എന്ന് ഞങ്ങൾക്കറിയാം. അത് ഐക്യ ജനാധിപത്യ മുന്നണി മാത്രമല്ല, മാർക്സിസ്റ്റ് പാർട്ടിയുടെ കൊള്ള സഹിക്കാൻ കഴിയാത്ത പ്രത്യയശാസ്ത്ര രാഷ്ട്രീയത്തെ വിശ്വസിക്കുന്ന വലിയൊരു ഭാഗം മാർക്സിസ്റ്റുകാരും ഇടതുപക്ഷക്കാരും ഞങ്ങൾ വോട്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ അവരെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ സല്യൂട്ട് ചെയ്യുന്നു. ആ വിശ്വാസം, പ്രതീക്ഷ, ഒരു തിരുത്തലുണ്ടാവണം, നല്ലൊരു ഭരണം ഉണ്ടാകണം. ഉമ്മൻചാണ്ടി സാറിന്റെ കാലത്ത് നടപ്പിലാക്കിയതുപോലെയുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാനും ജനങ്ങളെ ചേർത്ത് പിടിക്കാനും അവരെ മാനിക്കാനും കഴിയുന്ന വോട്ടർമാർ എന്നുള്ള നിലയിൽ മാത്രമല്ല, ഒരു വ്യക്തി എന്നുള്ള നിലയിൽ, ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ ആ മാനവ സമൂഹത്തെ സ്നേഹിക്കുന്ന ഒരു ഗവൺമെന്റ് ഉണ്ടാകണം. ആ ഗവൺമെന്റ് ഉണ്ടാക്കാൻ വേണ്ടി ഞങ്ങൾക്ക് തന്നിട്ടുള്ള ഈ മാൻഡേറ്റ് വളരെ പോസിറ്റീവായി കണ്ടുകൊണ്ട് ഞങ്ങൾക്ക് എവിടെയെങ്കിലും ഇനി പാളിച്ചയുണ്ടോ അതുകൂടി പരിശോധിച്ച് ഞങ്ങൾ തിരുത്തേണ്ടത് തിരുത്തി മുന്നോട്ട് പോകും. അവർ ജയിച്ചിരിക്കുന്നത് കൊണ്ട് അവർക്ക് തിരുത്താനൊന്നുമില്ല. ഞങ്ങൾക്ക് ജയിച്ചപ്പോഴും ചിലതൊക്കെ തിരുത്താനുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം. അത് തിരുത്തി ഞങ്ങൾ മുന്നോട്ട് പോകും. ആ കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ശ്രീ അനിൽ ബോസ്, പക്ഷേ നിങ്ങൾ ജയിച്ചതിന്റെ പിറ്റേ ദിവസം തന്നെ മുന്നണി വിപുലീകരണവുമായി ബന്ധപ്പെട്ട ചില പ്രതികരണങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ നടത്തുകയുണ്ട്. പ്രത്യേകിച്ച് അടൂർ പ്രകാശിൽ നിന്നാണ് ആ പ്രതികരണം വന്നത്. കേരള കോൺഗ്രസും വരും, ഇങ്ങോട്ടേക്ക് തന്നെ വരും, കേരള കോൺഗ്രസ് മാണി വിഭാഗം നേരത്തെ അദ്ദേഹം നടത്തിയ ചർച്ചകളടക്കം പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ജോസ് കെ മാണി പരസ്യമായി തന്നെ തള്ളുകയും പിന്നീട് മുഖ്യമന്ത്രിക്ക് ക്രിസ്മസ് വിരുന്നിൽ അങ്ങോട്ട് പോയി ഞങ്ങൾ എങ്ങോട്ടും പോകുന്നില്ല എന്ന് ഉറപ്പ് കൊടുക്കുകയും ചെയ്തു. അപ്പോൾ നാണം കെട്ടോ ആ തിരിച്ചു വിളിക്കലിൽ? ഇതൊക്കെ കക്ഷി രാഷ്ട്രീയത്തിൽ, മുന്നണി രാഷ്ട്രീയത്തിൽ ഓരോ സമയത്ത് പാർട്ടി നേതാക്കളും മുന്നണി നേതാക്കളും ഒക്കെ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തും. അഭിപ്രായങ്ങൾ ഇരുമ്പോലൊക്കെ ഒന്നും അല്ലല്ലോ സ്മൃതി. ഇതേ മാണി ഗ്രൂപ്പ് അവരുടെ കൂട്ടത്തിൽ പോകുമെന്ന് നമ്മൾ കരുതിയോ? കോഴ മാണി എന്ന് വിളിച്ച് ആക്ഷേപിച്ചപ്പോൾ ഒരു ഉളുപ്പുമില്ലാതെ അങ്ങോട്ട് പോകാൻ അവർക്കൊരു മടിയും തോന്നിയില്ലല്ലോ. ഇത് രാഷ്ട്രീയമാണ്. MP വീരേന്ദ്രകുമാറിന്റെ പാർട്ടി LDF-ൽ നിന്ന് UDF-ലേക്ക് ചവിട്ടി പുറത്താക്കി വന്നതല്ലേ? ഞങ്ങൾ സംരക്ഷിച്ചില്ലേ? ഞങ്ങൾ നിർത്തി ജയിപ്പിച്ചില്ലേ? അതിനുശേഷം പോയില്ലേ അവര്? അപ്പൊ മുന്നണി രാഷ്ട്രീയത്തിൽ ഇന്നലെ പറയുന്ന കാര്യങ്ങളിൽ ഇന്ന് പറയുന്നത് നാളെ ഉറച്ചു നിൽക്കുമെന്നൊന്നും ആരും വിചാരിക്കേണ്ട. അതൊക്കെ വരട്ടെ. ചില സ്ട്രാറ്റജിക്കൽ നടപടികളുടെ ഭാഗമായിട്ട് മാറ്റകേറ്റങ്ങൾ വരാം, വരാതിരിക്കാം. അതൊക്കെ നമുക്ക് കാലം തെളിയിക്കേണ്ട കാര്യമാണ്. രാഷ്ട്രീയത്തിൽ ഒന്നും അവസാന വാക്കല്ലല്ലോ. ഏത് വാക്കും എപ്പോ വേണമെങ്കിലും രാഷ്ട്രീയ നേതാക്കൾ മാറ്റി പറയാൻ കഴിയുമെന്നുള്ളതിന്റെ ഏറ്റവും ഉദാഹരണമല്ലേ, ജീവിച്ചിരിക്കുന്ന ഉദാഹരണമല്ലേ ജോസ് കെ മാണി അല്ലേ? സ്വന്തം പിതാവിനെ കള്ളനായി ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ അവസരം കൊടുക്കാതെ ആ ബഡ്ജറ്റ് സമ്മേളന വേളയിൽ ആ നിയമസഭാ മന്ദിരം തല്ലി തകർത്ത് തച്ചു തകർത്ത് ജനാധിപത്യത്തിന്റെ ശ്രീകോവിലെന്ന് വിശേഷിപ്പിക്കുന്ന ഇടങ്ങളെ മലീനസമാക്കി മാറ്റിയ ആളുകൾക്ക് കൈകൊടുക്കാൻ മടിയുണ്ടായില്ലല്ലോ. അപ്പൊ രാഷ്ട്രീയം അങ്ങനെയാണ്. ചില സമയത്ത് പാർട്ടികൾ, മുന്നണികൾ, അതിലൊക്കെ ചില മാറ്റകേറ്റങ്ങളൊക്കെ വരും. അത് വരട്ടെ. ഞാൻ മറ്റൊന്ന് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, ഇവിടെ BJP-യുമായി ഞങ്ങൾക്ക് സഖ്യം. എന്റെ ചോദ്യം, കോട്ടയ്ക്കൽ CPM-ന് ഔദ്യോഗിക സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നല്ലോ, ഒരു വാർഡിൽ ഉണ്ടായിരുന്നല്ലോ. പ്രകാശ് മാസ്റ്റർ മറുപടി പറയട്ടെ. സ്ഥാനാർത്ഥിയുടെ വോട്ടുണ്ടായിരുന്നോ ചുറ്റികരുവാൾ നക്ഷത്രത്തിൽ?
സ്ഥാനാർത്ഥി മത്സരിക്കുന്ന സ്ഥാനാർത്ഥിക്ക് എന്തായാലും ഒരു ഓട്ടം ഉണ്ടാവണമല്ലോ, നിർദ്ദേശിക്കുന്ന ആൾക്കും പിന്തുണയ്ക്കുന്ന ആൾക്കും ഓട്ടം ഉണ്ടാവണമല്ലോ, 3 ഓട്ടം ഉണ്ടാവണമല്ലോ. ആ വോട്ട് പോലും ഇല്ലായിരുന്നു എന്ന് പരസ്യമായി CPM-ന്റെ പ്രവർത്തകൻ പറയുകയാണ്. എന്റെ വോട്ടാണ് സ്ഥാനാർത്ഥിക്ക് ഉണ്ടായിരുന്ന ഏക വോട്ട്, ബാക്കിയെല്ലാം വെൽഫെയർ പാർട്ടിക്കാ പോയെന്ന് കോട്ടക്കലിൽ ഉദാഹരണമായി നിൽക്കുമ്പോഴാണ് ഇവിടെ വന്നിരുന്നതിന്റെ യാതൊരു ഉളുപ്പുമില്ലാതെ പ്രകാശ് മാസ്റ്റർ BJP ബാന്ധവം ആരോപിക്കുന്നത്. BJP ബാന്ധവം കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഇന്ത്യ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ജോൺ ബ്രിട്ടാസിലൂടെ പറഞ്ഞു മനസ്സിലായില്ലേ? കേന്ദ്ര സർക്കാരും സംഘപരിവാർ ശക്തികളുമായിട്ട് ഉണ്ടാക്കുന്ന ഒത്തുതീർപ്പുകളുടെ പാലമായി ജോൺ ബ്രിട്ടാസ് നിൽക്കുന്ന നടപടികളിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അതൊന്നും പറഞ്ഞ് കേരളത്തിലെ ഇന്ത്യയിലെ പൊതുസമൂഹത്തെ നിങ്ങൾക്ക് കബളിപ്പിക്കാൻ കഴിയില്ല. വളരെ യാഥാർത്ഥ്യബോധത്തോടുകൂടി ജനങ്ങൾ എന്നെക്കാളും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നവരെക്കാളും യോഗ്യതയും ബുദ്ധിയും ചിന്താശക്തിയും അറിവുമുള്ള വിവേകമുള്ള ആളുകളാണ് വിദ്യാസമ്പന്നമായ നമ്മുടെ സമൂഹം എന്ന് തിരിച്ചറിഞ്ഞു വേണം ചർച്ചയിലൊക്കെ ഇത്തരം കാര്യങ്ങൾ ആരോപിക്കാൻ. ഇതൊക്കെ അനുദിനം ആളുകൾ കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന് മാത്രമാണ് CPM പ്രതിനിധിയോട് എനിക്ക് ഈ ചർച്ചയിൽ പറയാനുള്ളത്. Debate with Smriti Parathikkad.